ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് ക്യാരറ്റും ഡേറ്റ്സ് ഒക്കെ വെച്ച് നല്ലൊരു അടിപൊളി കേക്ക് റെഡിയാക്കിയാലോ. അതും ഓവനൊന്നും ഇല്ലാതെ നമുക്ക് ഈ കേക്ക് റെഡിയാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ തന്നെ പട്ട പൊടിച്ചത് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ആയിട്ട് ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതേപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് മറ്റൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് നല്ലപോലെ കഴുകി തൊലിയൊക്കെ കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുത്താണ്. അതിനൊപ്പം തന്നെ 1/2 കപ്പ് ഈന്തപ്പഴം ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 15 ബദാം ഞാൻ എടുത്ത് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതേപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ സീവ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദ ഫ്ലോറിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ എടുത്ത് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമ്മുടെ കേക്ക് ബാറ്ററിലേക്ക് ഈ മിക്സ് ചേർത്ത് ബേക്കായി വരുമ്പോഴേക്കും താഴോട്ട് പോകാതിരിക്കാനാണ് ഇതേപോലെ മിക്സ് ചെയ്ത് വെക്കുന്നത്. ഇപ്പം നമ്മുടെ ഫ്ലോർ മിക്സ് ഒക്കെ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി മറ്റൊരു ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ബീറ്റർ വെച്ച് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതിയാകും. ഇതേപോലെ ഒരു ക്രീമി കൺസിസ്റ്റൻസി വേണം നമ്മുടെ ഈ ബാറ്ററിന്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ബീറ്റർ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇപ്പം നമ്മുടെ ഓയിലൊക്കെ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ സീവ് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഫ്ലോറിൻ്റെ മിക്സ് ചേർത്തതിന് ശേഷം നമ്മൾ ഒരിക്കലും ബീറ്റർ വെച്ച് മിക്സ് ചെയ്യരുത്. ഒരു സ്പാറ്റുല വെച്ച് പതിയെ വേണം ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാനായിട്ട്. ഞാൻ വീഡിയോൻ്റെ സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ടാണ് സ്പീഡിൽ മിക്സ് ചെയ്യുന്നതായിട്ട് തോന്നുന്നത്. പതിയെ വേണം നമ്മളിത് മിക്സ് ചെയ്ത് ചേർക്കാനായിട്ട്. ഇപ്പം നമ്മുടെ ഫ്ലോർ മിക്സ് ഒക്കെ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. കട്ടയൊന്നുമില്ലാതെ മിക്സാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഡേറ്റ്സും ക്യാരറ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ ക്യാരറ്റും ഡേറ്റ്സും ക്രഷ് ചെയ്ത ബദാമാണ് ചേർത്തിരിക്കുന്നത്. ബദാം ചേർക്കണം എന്ന് ഇല്ല, അത് ഓപ്ഷണലാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ബദാമിന് പകരം കാഷ്യൂനട്ട് ക്രഷ് ചെയ്തും ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സും ഇതേപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് ചേർത്തത് നമുക്ക് നേരെ നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കേക്ക് ടിന്ന് ഓൾറെഡി നമ്മൾ ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഓയിലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർത്തതിന് ശേഷം നമുക്ക് സ്പാറ്റുല കൊണ്ട് തന്നെ എല്ലാ വശത്തേക്കും ഒന്ന് ഇതേപോലെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്തും കൂടി വെക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ലെവലായി കിട്ടും. കേക്ക് മിക്സ് റെഡിയാക്കുന്ന സമയത്ത് തന്നെ ഞാൻ പഴയ ഒരു ചീനച്ചട്ടി ഫ്ലെയിമിലേക്ക് വെച്ചിരുന്നു. മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതാണ്. അതിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് ഇതേപോലെ കേക്കിൻ്റെ ടിന്നൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ തന്നെ മൂടി വെച്ചൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഏകദേശം 30-35 മിനിറ്റിൽ നമ്മുടെ കേക്ക് ഫുള്ളായിട്ട് ബേക്കായി കിട്ടും. എനിക്കിവിടെ കറക്റ്റ് 30 മിനിറ്റിൽ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ സെൻട്രലായിട്ട് സ്ക്യൂവറോ ടൂത്ത് പിക്കോ വെച്ചൊന്ന് കുത്തി നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ കിട്ടുകയാണെങ്കിൽ കേക്ക് ബേക്ക് ആയിട്ടുണ്ടെന്നാണ്. അല്ല, ഇച്ചിരിയൊക്കെ ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി എക്സ്ട്രാ വെച്ചാൽ മതിയാകും. ഇതങ്ങനെ നമ്മുടെ കേക്കൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് വിടിയിച്ചു കൊടുക്കാം. നമ്മൾ ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഓയിൽ ഗ്രീസ് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതേപോലെ ഡിമോൾഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ആ ബട്ടർ പേപ്പർ കൂടി ഇതേപോലെ ഒന്ന് മാറ്റി കൊടുക്കാം. നമ്മുടെ കേക്കിന്റെ ബാക്ക് വശം കാണുമ്പോൾ തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കേക്കൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ടെന്നുള്ളത്. നല്ല ബ്രൗൺ കളറിലെ ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് വേണമെങ്കിൽ നമ്മൾ കാരമലൈസ് ചെയ്ത് ചേർക്കണം. അപ്പോൾ അതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ തീർച്ചയായും കണ്ടു നോക്കുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ അടുത്തോണ്ടിരിക്കണതാണ്. അപ്പോൾ നമുക്ക് കേക്കൊക്കെ കഴിക്കാൻ തോന്നുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ പുറത്തുനിന്നൊക്കെ മേടിക്കാതെ ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഈ കേക്ക് എന്ന് പറയുന്നത് ഒരു 1/2 കിലോന്റെ കേക്കാണ്. അപ്പോൾ കൂടുതൽ 1 കിലോന്റെയൊക്കെ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മുടെ ഇൻഗ്രീഡിയൻസും ഡബിൾ ആക്കി എടുത്താൽ മതിയാകും. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.